പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലെ കൂടി വരുവാനും കർത്താവിന് നന്ദി അർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വചനം പഠിക്കുവാനും സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന കർത്താവിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചില ആഴ്ചകളായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മുടെ ജീവിതത്തിന് അനേകർക്ക് അതൊരു അനുഗ്രഹമായി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനായിട്ട് അനേകരുടെ മെസ്സേജുകൾ വരുവാനിടയായി തീർന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ലോകമെമ്പാടും ഉള്ള പ്രിയപ്പെട്ടവർ ഈ ദൈവദിനം ശ്രദ്ധിക്കാനും അതോടൊപ്പം പഠിക്കുവാനും കാണിക്കുന്ന ഉത്സാഹത്തിനാണ് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ ഇരുന്നുകൊണ്ട് കേരളത്തില് പല ഗൾഫ് കൺട്രീസിൽ ഒക്കെ ആയിരുന്നുകൊണ്ട് ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു, പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് ജോയിൻ ചെയ്യാനായിട്ട് പുതിയതായിട്ട് ഓരോ ആഴ്ചയിലും പുതിയ ആളുകൾക്ക് ജോയിൻ ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, കർത്താവിന്റെ വചനം ആഴമായി പഠിക്കുവാൻ ദൈവം നമ്മെ ഇടയാകട്ടെ. വളരെ ലളിതമായും നമുക്ക് മനസ്സിലാകുന്ന പല ഏജിലുള്ള പ്രിയപ്പെട്ടവർ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ലളിതമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്ന ബൈബിൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെട്ട ആദ്യപാദങ്ങളിലുള്ള വ്യക്തികൾക്ക് പോലും ഏറ്റവും അനുഗ്രഹപ്പെട്ട നിലയിൽ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബഥേൽ ബൈബിൾ സ്കൂളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുവാനായിട്ട് അത് ഇടയായിത്തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബഥേൽ ബൈബിൾ സ്കൂളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കും. ഇന്നത്തെ പഠനം നാം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായങ്ങൾ നാം പിന്നിടുവാനായിട്ട് അത് ഇടയായിത്തീർന്നു. 3 അധ്യായങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ഓരോ അധ്യായം കഴിയും തോറും കൂടി വരുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവദാസന്മാരിലൂടെ ദൈവ സഭയ്ക്കുള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പരിവർത്തനങ്ങളെയും അതോടൊപ്പം തന്നെ അത്ഭുത അടയാളങ്ങളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്ക് ഈ കാലഘട്ടങ്ങളിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, എത്രത്തോളം നമ്മുടെ പരിശുദ്ധാത്മ പ്രവർത്തികളെ സ്വാഗതം ചെയ്യണം, പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്കായിട്ട് നമ്മൾ നമ്മളെ തന്നെ എത്രത്തോളം വിധേയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നാം ചിന്തിക്കേണ്ടതായ ഒരു സമയവും അതോടൊപ്പം തന്നെ പ്രാപിക്കേണ്ടതായ ഒരു കാലഘട്ടവും കൂടെയാണ് ഇത്. എന്തുകൊണ്ടെന്നാല് കാലം വളരെ വിഭിന്നമായ നിലയിൽ, ആർക്കും ഒരു എത്തും പിടിയും കൊടുക്കാത്ത നിലയിൽ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതിന്റെ നടുവിൽ ദൈവമക്കൾ അല്ലെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്കും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടും ജീവിക്കുന്ന ഒരു ജീവിതത്തിനായിട്ട് ഏൽപ്പിക്കുവാൻ ഈ പുസ്തകത്തിലെ പഠനം നമുക്കൊരു കാരണമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ക്ലാസ്സിലായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് ഇന്ന് 4-ാമത്തെ അധ്യായത്തിലാണ് നാം കടന്നു വരുന്നത്. 3 അധ്യായങ്ങളിൽ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ അവരോഹണത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു. 3-ാം അധ്യായത്തിൽ മുടന്തന്റെ സൗഖ്യത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഏകദേശം ഒരു അപ്പോസ്തല പ്രവൃത്തി തുറക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് എന്താണ് 1-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത്, 2-ാം അധ്യായത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, 3-ാം അധ്യായത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ എല്ലാവർക്കും അത് എന്ത് ചെയ്യണം, ഒന്ന് ഗ്രഹിക്കാൻ കഴിയണം. കാരണം വീട്ടിലിരിക്കുന്നവർക്ക്, പോയി പഠിക്കാൻ കഴിയാത്തവർക്ക്, ജോലിക്ക് പോകുന്നവർക്ക്, വീട്ടമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ ക്ലാസ്സിലൂടെ ഒരുക്കുന്നത്. എന്നാൽ വലിയ ഗഹനമായ അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടതായ ആത്മീയമായ ചില ദൂതുകളെ കൂടെ പ്രാപിച്ച് ആ വചനത്തിലൊന്ന് വളരാനുള്ള ഒരു പഠനം കൂടിയാണ് ഇതിനകത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റു പഠനങ്ങൾക്ക് നമുക്ക് പല കേന്ദ്രങ്ങളെയും സമീപിക്കുവാനായിട്ട് ഇടയായിത്തീരും. കാരണം ഒരു വിഷയത്തെ കുറിച്ച് മാത്രമുള്ള ഗവേഷണങ്ങളെ അതോടൊപ്പമുള്ള സ്റ്റഡി, ആഴമായുള്ള ചില പഠനങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെയും താല്പര്യങ്ങളാണ്. എന്നാൽ ഇത് എല്ലാ ഏജിലും പെട്ടവർക്ക് ഒരുപോലെ വചനം പഠിക്കുവാനായിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 4-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ദൈവ സഭയ്ക്ക് ഉണ്ടായ ആദ്യ പീഡനത്തെ കുറിച്ചാണ്. പെർസിക്യൂഷൻ ഓഫ് ചർച്ച്, സഭയ്ക്കുണ്ടായ ആദ്യ പീഡനം. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം, 2-ാം പരിശുദ്ധാത്മാവിന്റെ അവരോഹണം, അതോടൊപ്പം 3-ാം അധ്യായത്തിലെ സൗഖ്യം,
മുടത്തിന്റെ സൗഖ്യം, അങ്ങനെ ഒരു ജയം, വിടുതലും ഒക്കെ ഉണ്ടായി. പക്ഷേ 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ തൊട്ട് ഒരു പീഡനത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഹാപുരോഹിതന്മാരും ദേവാലയത്തിന് പ്രധായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെയും യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നീരസപ്പെട്ടു. 3-ാമത്തെ വാക്യം വായിച്ചോട്ടെ. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ സാക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ പുരോഹിതന്മാരും സദൂക്യരും മറ്റ് പ്രമാണിമാരും കൂടി പത്രോസിനെയും യോഹന്നാനെയും പിടിച്ച് ന്യായാധിപ സംഘത്തിന് മുൻപാകെ കൊണ്ട് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് 4-ാം അധ്യായം തുടങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് നേരിടാവുന്ന പീഡനത്തിന്റെ ഒരു തുടക്കം ആണ് ഈ ദേവദാസന്മാരിലൂടെ അല്ലെങ്കിൽ ദേവദാസന്മാരുടെ ശുശ്രൂഷയിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് അവിടെ കാണുന്നത്. ഇവിടെ നീരസപ്പെടാനുണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ചും ഒക്കെ പത്രോസിന്റെ പ്രസംഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ പത്രോസിന്റെ പ്രസംഗം നമുക്ക് കാണാം. ആ പ്രസംഗത്തിൽ പത്രോസ് ഇവൻ എങ്ങനെയാ സൗഖ്യമായത്, ഈ മുടന്തൻ എങ്ങനെയാ സൗഖ്യമായത് എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഇവനെ എഴുന്നേൽക്കുമാറാക്കിയെന്ന് നിങ്ങൾ കരുതരുത്. പിന്നെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഭൂലോകരുടെയും മതോകളുടെയും മുഴങ്കാലൊക്കെ മടങ്ങുന്ന ഏകനാമം യേശുവിന്റെ നാമം മാത്രമാണ്. ആ നാമത്തിലാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, സൗഖ്യമാകുവാനായിട്ട് ഇടയായി തീർന്നുള്ളത് വിവരിച്ചു തെളിയിച്ചു പറഞ്ഞു കൊടുത്തപ്പോൾ അവരെല്ലാവരും നീരസപ്പെടാൻ ഇടയായി തീർന്നു. സദൂക്യരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഉയർപ്പിൽ വിശ്വസിക്കാത്ത ഒരു ഗ്രൂപ്പാണ് സദൂക്യൻസ്. ഫാരിസീസ് ന്യായപ്രമാണത്തിൽ അതീവ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ സദൂസൻ എന്ന് പറഞ്ഞാൽ, സദൂക്യർ എന്ന് പറഞ്ഞാൽ അവര് ഈ ഉയർപ്പിൽ അവരെന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളത്തിൽ നീരസം ഉണ്ടായി. അവർക്ക് ആ വിശ്വാസം, ആ ഒരു ഉപദേശത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർ ഇവർക്കെതിരെ എന്ത് ചെയ്തു, തിരിയാനിടയായിത്തീർന്നു. അങ്ങനെ ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ കൊണ്ട് നിർത്തി. ന്യായാധിപ സംഘം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് സന്നിധി സംഘത്തെ കുറിച്ചാണ്. നമുക്ക് ബൈബിളിലുടനീളം പല ഇടത്തായിട്ട് നമുക്ക് സന്നിധി സംഘത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സന്നിധി സംഘത്തിന്റെ മുൻപാകെ അവരെ കൊണ്ട് നിർത്തി. ഇസ്രായേലിലെ പരമോന്നത നീതിനായ കോടതിയാണ് ഈ സന്നിധി സംഘം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതിന്റെ അധ്യക്ഷൻ മഹാപുരോഹിതനാണ് കേട്ടോ. നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. സന്നിധി സംഘം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ പരമോന്നതമായ, നമ്മുടെ അടുത്ത് സുപ്രീം കോർട്ടൊക്കെ പോലെ വളരെ ഫേമസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താണ് നല്ല ഇതിൽ കാര്യങ്ങളൊക്കെ മത ആചാരങ്ങൾ ലംഘിക്കുകയോ ഉപദേശങ്ങളെ അഴിക്കുകയോ അല്ലെങ്കിൽ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സംഘം കൂടി എടുക്കുന്ന പല തീരുമാനങ്ങളും ആ രാജ്യത്തെ പ്രാബല്യമാണ്. അവിടെ എന്താണ്, അതിന് നിയമസാധ്യതയുണ്ട്. ആ സംഘത്തിന്റെ പേരാണ് സന്നിധി സംഘം എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സുപ്രീം കോടതിയൊക്കെ പോലെയുള്ള ഒരു നീതിന്യായ പരമോന്നത കോടതിയാണ് ഇസ്രായേലിലെ ഈ സന്നിധി സംഘം എന്ന് പറയുന്നത്. അതിൽ 23 മുതൽ 71 വരെയുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് അതേ സാധിക്കുന്നു. ഈ സന്നിധി സംഘത്തിന്റെ മുൻപാകെയാണ് യേശുവിനെ വിസ്തരിച്ചതായിട്ട് നമുക്ക് കാണാൻ ഇടയാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22:66 നമുക്ക് യേശുവിനെ ഇവിടെ വിസ്തരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ സ്തെഫാനോസിനെ വിസ്തരിച്ചാണ് നമുക്ക് കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 23-ന്റെ 1 തൊട്ട് 10 വരെ പൗലോസിനെയും ഈ സന്നിധി സംഘത്തിന് അല്ലെങ്കിൽ ന്യായാധിപ സംഘത്തിന് മുൻപാകെ വിസ്തരിച്ചതായിട്ട് നമുക്ക് കാണുന്നു. അപ്പം സന്നിധി സംഘം എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതി കൊണ്ട് ഹാജരാക്കി എന്ന് നമ്മൾ പറയുന്നത് സാധാരണ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇടയിലെ കോടതിയിൽ കൊണ്ട് അവരെ എന്ത് ചെയ്തു, ഹാജരാക്കി എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ഇടമാണ് ഇത് സന്നിധി സംഘം എന്ന് പറയുന്നത്. അവിടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്നിധി സംഘത്തിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? മഹാപുരോഹിതൻ, ഹൈപ്രിസ്റ്റ് ആണ് അവിടെ ചെയർമാൻ ആയിട്ട് അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് സന്നിധി സംഘത്തിൽ ഇരിക്കാനിട. അദ്ദേഹത്തിന്റെ കീഴിൽ ഈ അംഗങ്ങളും അതെ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അതിന്റെ 5-6 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മഹാപുരോഹിതനായ അന്നാഫും കയ്യാഫും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു.
അതിൽ ഒന്നാമതായിട്ട് ഹന്നാവിനെ കുറിച്ച് പറയുന്നു. അതിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് കാണുന്നു. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ഇവിടെ താങ്ക് യു. ഹന്നാവ് അവിടുത്തെ മഹാപുരോഹിതന്മാരുടെ ലിസ്റ്റാണ് അവിടെ നമുക്ക് കാണുന്നത്. ഹന്നാവ് എന്ന് പറയുന്നത് AD 6 മുതൽ 15 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവിടുത്തെ മഹാപുരോഹിതൻ ഹൈപ്രീസ്റ്റ് ആയിരുന്നു. AD 6 മുതൽ 15 വരെ. കയ്യാഫ് AD 16 തൊട്ട് 35 വരെയുള്ള കാലങ്ങളിൽ ഈ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് മിക്കവാറും അജീവാനന്ദമാണ് അവർക്ക് ആ ഒരു ശുശ്രൂഷകളെ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം കൊടുക്കാനിടയായിത്തീരുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്നവർക്കും ഇസ്രായേലിന്റെ ചരിത്രം മനസ്സിലാക്കുന്നവർക്കും ഒക്കെ അത് അറിയാൻ കഴിയും. യോഹന്നാൻ എന്ന് കാണുന്നു. AD 36 തൊട്ട് 38 വരെയുള്ള സമയത്താണ് യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി. 4-ാമതായിട്ട് അലക്സാണ്ടർ എന്ന് കാണുന്നു. AD 39 തൊട്ട്. അതിന്റെ വ്യക്തമായ ഒരു എന്ന് വരെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ അത്ര വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എങ്കിലും ഹന്നാഫെ, കയ്യാഫെ, യോഹന്നാനെ, അലക്സാണ്ടറെ ഇവരെ ഈ കാലഘട്ടത്തിൽ മഹാപുരോഹിത ഗണത്തിൽ ഉണ്ടായിരുന്നവർ ആയിരുന്നു. വിവിധ സമയങ്ങളിൽ അവർ ശുശ്രൂഷിച്ചവരായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ പേര് പരാമർശിച്ചിരിക്കുന്നതും നമുക്ക് 4, 5, 6 വാക്യങ്ങളിൽ 6-7 വാക്യങ്ങളിൽ കാണും. ഇത് ഈ ഒരു സൗഖ്യമുണ്ടായപ്പോൾ, മുടന്തൊരു സൗഖ്യമുണ്ടായപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? പത്രോസിനെയും യോഹന്നാനെയും പിടിച്ച് അവിടെ കൊണ്ട് നിർത്തി ന്യായാധിപ സംഘത്തിന് മുമ്പാകെ കൊണ്ട് നിർത്തി. ന്യായാധിപ സംഘത്തിന് മുമ്പാകെ കൊണ്ട് നിർത്തി. ഇവർ എത്ര വയസ്സുള്ളവനായെന്ന് വചനം പറയുന്നു? ഈ മുടന്തൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യുന്ന 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 22 Acts chapter 4:22. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ചവൻ 40-ലധികം വയസ്സ് പ്രായമുള്ളവന്. അപ്പം ഓർത്തു നോക്കിയ പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായി ഏതാണ്ടൊരു ശൈശവം, കൗമാരം, യൗവനം ഒക്കെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഈ മുടന്തനായിരുന്ന വ്യക്തി. അപ്പൊ അവനൊരു സൗഖ്യമുണ്ടായപ്പോൾ, അവനവിടെ കടന്നപ്പോഴോ, അവനവിടെ ഭിക്ഷ യാചിച്ചപ്പോഴോ, അവനെ ശ്രദ്ധിക്കാനോ, അവന്റെ ഫ്യൂച്ചറിനെ കുറിച്ചോ, അവന്റെ കുടുംബത്തെ കുറിച്ചോ, അവന്റെ ജനനത്തെ കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ മറിച്ച് അവനൊരു സൗഖ്യം ഉണ്ടായപ്പോൾ എന്താണ്, ഒരുപാട് പേര് എഴുന്നേറ്റ് വന്ന് ഇവൻ എങ്ങനെയാണ് സൗഖ്യം ഉണ്ടായത്, ഇവൻ എങ്ങനെ ഇത് സംഭവിച്ചു, ആരാണ് ഇവന് സൗഖ്യം കൊടുത്തതെന്നൊക്കെ തിരക്കാൻ അവിടെ ആളുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എനിക്കൊരു കാര്യം മനസ്സിലാവും. ദൈവകൃപ അനുഭവിക്കുക. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ എന്താണ് ഭൂതകാലം നോക്കുമ്പോൾ വളരെ പ്രശ്നങ്ങളേറിയതായിരുന്നു, വളരെ പ്രതികൂലം നിറഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട നിലയിലൊക്കെ ജീവിച്ചവരാണ്, വളരെ എന്താണ് ലോകത്തിന്റെ പല മോഹങ്ങൾക്കും വിരഞ്ഞോടിയവരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ കഴിയുന്ന പലരുമുണ്ട്. എന്നാൽ അവരൊക്കെ ആ നിലയിൽ നടക്കുമ്പോൾ ബന്ധുക്കളില്ല, ചർച്ചക്കാരില്ല, പ്രിയപ്പെട്ടവരില്ല, സ്നേഹിതരില്ല, ആരുമില്ല. എന്നാൽ ഇവർ രക്ഷിക്കപ്പെട്ട ഒരു സമയമാകുമ്പോൾ, അല്ലെങ്കിൽ അവർ നന്നായിട്ട് ജീവിക്കാൻ, സമൂഹത്തിൽ വളരെ മാന്യമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു എന്ന് അറിയുമ്പോൾ അതാണ് എല്ലാവർക്കും കുഴപ്പമായിരിക്കുന്നത്. അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രാർത്ഥനയ്ക്ക് ഒരിടത്ത് പോകുന്നു എന്ന് അറിയുമ്പോൾ ആകമാന പ്രശ്നങ്ങളാണ്, ആകമാന പ്രതിസന്ധികളാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ യേശുവിന്റെ നാമത്തെ എന്താണ് ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. അതാ പറഞ്ഞ ക്രൂശന്റെ വചനം, നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്നു നമുക്ക് എന്താണെന്നോ ദൈവശക്തിയുമാണ്. അപ്പൊ ചിലർക്ക് ഇത് മോശത്വമായിട്ടാണ് തോന്നുന്നത്. ഒരുവൻ അവന്റെ ഭൂതകാലത്തിൽ അവൻ എങ്ങനെ നടന്നാൽ, മോശപ്പെട്ട ദുർമാർഗിയാണ് ജീവിച്ചാലും, അല്ലെങ്കിൽ കൊളരാത്തവനായി ജീവിച്ചാലും, അല്ലെങ്കിൽ സമൂഹത്തിന് തലവേദനയായി ജീവിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ പ്രമാണിമാർ വരും, പള്ളിപ്രമാണിമാർ വരും, നേതാക്കന്മാർ വരും, ബന്ധുക്കൾ വരും, ചാർച്ചക്കാർ വരും, എല്ലാവരും വന്ന് അവനെ എന്താണ് അവൻ ഒരു നന്മയുടെ വശത്തേക്ക്, അല്ലെങ്കിൽ കൃപയിലേക്ക് അവൻ വീണ്ടെടുപ്പ് പ്രാപിച്ച് രക്ഷയിലേക്ക് വന്നു കഴിയുമ്പോൾ അവനെ തിരിപ്പിക്കുവാൻ, അവനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇന്നും ഈ കാലഘട്ടത്തിലും അനേകരുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പത്രോസും യോഹന്നാനും അവന് സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടായപ്പോൾ ഇവനെതിരെ എന്ത് ചെയ്തു? ഇവർക്കെതിരെ അനേകര്, അതെ പ്രമാണിമാര് അനേകർ എഴുന്നേൽക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ഇവിടെ എന്ത് ചെയ്തു? 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുന്നു, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങൾ എല്ലാവരും
ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊണ്ടു. അപ്പൊ ഇതെങ്ങനെയാണ് ഇവന് സൗഖ്യമുണ്ടായത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമാക്കി പത്രോസ് ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ ക്രൂശിച്ചവനും, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയെ പറയാം, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ. അപ്പൊ സദൂക്യന്മാരുണ്ട്, അവർക്ക് ഇത് കേൾക്കുന്ന ഇഷ്ടമല്ല. ഉയർപ്പിച്ചു എന്ന് വെച്ചാൽ ഉയർപ്പിൽ വിശ്വസിക്കാത്ത കൂട്ടർ. അപ്പൊ അത് അവർക്ക് കേൾക്കുന്ന വലിയ പ്രശ്നമാണ്, അവർക്ക് വലിയ ഇറിറ്റേഷനാണ്. എന്നാൽ ദൈവം, പത്രോസ് തന്നെ മിണ്ടാതിരുന്നു ഇല്ല. പത്രോസിന് കണ്ടോ, ആത്മാവിൽ ബലപ്പെട്ടവൻ, ആത്മാവിൽ നിറഞ്ഞവൻ അവിടെ സമൂഹത്തെയോ നേതാക്കന്മാരെയോ മതപണ്ഡിതന്മാരെയോ ഭയപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ദൈവാത്മാവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ പിന്നെ മാറ്റി അതൊന്നിനെയും ഭയപ്പെടത്തില്ല. നമ്മുടെ അകത്തൊരു ധൈര്യം ഉണ്ടാകും. സ്വയമേ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. നമ്മൾ ഞാൻ ഇന്ന് വലിയ ധൈര്യമൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് തരണം കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഉള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാകുവാനായിട്ട് അത് ഇടയായി തീരട്ടെ. ഇവിടെ വായിക്കുന്നു, ഇവർ സൗഖ്യമുള്ളവനായത് എങ്ങനെയാണെന്ന് അറിയാമോ? ഉയർപ്പിച്ച നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായിട്ട് തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സൗഖ്യം വരുത്തുവാൻ ഒരു പാസ്റ്റർക്കോ ഒരു ദൈവദാസനോ ഒരു അഭിഷിക്തനായ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു അതേ സ്തോത്രം സഹോദരിക്കോ അതേ സ്തോത്രം ആർക്കും കഴിയത്തില്ല. സൗഖ്യമാക്കാനായിട്ട് ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? യേശുവിന്റെ നാമത്തിൽ മാത്രമേ സൗഖ്യം സംഭവിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ കാലങ്ങളിൽ പത്രോസിന്റെ കാലത്തിൽ ആദിമ നൂറ്റാണ്ട് സഭയിൽ സംഭവിച്ചെങ്കിൽ ഇന്നത്തെ ഈ സഭയിലും ഇന്നത്തെ കാലഘട്ടത്തിലും അത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഇത് എന്താണ് തുടർന്നു കൊണ്ടേയിരിക്കും. ഈ സൗഖ്യവും വിടുതലും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അതൊക്കെ ഇല്ലെന്നും അത് വേണ്ടെന്നും ഒക്കെ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും കേട്ട് നിങ്ങൾ അതിന്റെ പുറകെ പോവുകയും അത് ശ്രദ്ധിക്കാനായിട്ട് ചെവിയെ അടച്ചു കളഞ്ഞേക്കണം. എന്നൊരു വചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. പത്രോസും അതേ യോഹന്നാൻ ആത്മാവ് നിറഞ്ഞവനായ ദേവാലയത്തിലേക്ക് എന്നപ്പോൾ ദൈവം അവരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വെച്ചത് മുടത്തൻ ചാടി എഴുന്നേൽക്കുക ചെയ്തു കേട്ടോ. ഈ കാലഘട്ടത്തിലും അങ്ങനെ അതേ സംഭവിക്കുവാൻ അത് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അത് സമർപ്പിക്കാൻ. ഞങ്ങൾക്ക് വെള്ളിയും പൊന്നുമൊന്നും ഇല്ലായിരുന്നു. അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും ഇല്ല, ഞങ്ങൾ സ്തോത്രം ഞങ്ങളെ നോക്ക് അല്ലെങ്കിൽ ഉറ്റു നോക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ നോക്കിയപ്പോൾ പറഞ്ഞു നസറേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാനായിട്ടാ അതേ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ പറയാൻ കാണും വെള്ളിയും പൊന്നും സമ്പത്തുമൊക്കെ ഒത്തിരി ഉണ്ടാവും. ആരോ ഒരിക്കലും ഇങ്ങനെ ഒരു കമന്റ് ഞാൻ കേൾക്കാനിടയായിരുന്നു. വെള്ളിയും നമുക്കിപ്പോൾ ഇഷ്ടം പോലെ സ്വത്തും വകകളും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് പണ്ട് അപ്പോസ്തലന്മാർക്ക് അതില്ലായിരുന്നു, വെള്ളിയും പൊന്നൊന്നും ഇല്ലായിരുന്നു, അവർക്ക് സമ്പത്തില്ലായിരുന്നു, അവർക്ക് ഇല്ല എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് അവർ പറയുകയും ചെയ്യുകയാണ്. എന്നാൽ അതേ സ്തോത്രം ഈ കാലഘട്ടത്തിൽ അതേ നേതാക്കന്മാർ പലരും പറയുന്നു നമുക്കെല്ലാം ഉണ്ടല്ലോ, നമുക്ക് പണ്ഡിതന്മാരൊക്കെ പറയും നമുക്കിന്ന് ഒന്നിനും കുറവില്ലല്ലോ എന്ന് പറയുമ്പോൾ കൂടെ നിന്ന് ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ പേരുകളൊന്നും പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, കൂടെ നിന്നൊരു വ്യക്തി പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാമെന്ന് പറയാനും നമുക്കിപ്പം പറ്റത്തില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാലേ നമുക്ക് മറ്റൊന്നുമില്ല, എല്ലാം ദൈവം നമുക്ക് തന്നു, എല്ലാം നമുക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ നമുക്കിപ്പം പറയാൻ പറ്റുന്നുണ്ടോ? അതിനുള്ള അഭിഷേകം നമുക്കുണ്ടോ? അതിനുള്ള അധികാരം നമുക്കുണ്ടോ? അതിനുള്ള ദൈവകൃപ നാം പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് അതേ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമുക്ക് ഒന്നുമില്ലെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമത്തെ ധരിച്ച് നാം നിന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാനായിട്ട് അത് ഇടയായിത്തീരും. 12ാമത്തെ വാക്യമാണ് നമ്മുടെ മനപ്പാഠമായിട്ട് അല്ലെങ്കിൽ അധ്യായത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു മെമ്മറി വേഴ്സ് ആയിട്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുവിനെ കുറിച്ചുള്ള പറഞ്ഞു നിർത്തുമ്പോൾ പൗലോസ് പറയുന്ന ഒരു ഭാഗം വളരെ വളരെ എന്നെ അങ്ങ് ചിന്തിപ്പിച്ച സുവിശേഷം എന്താണെന്നുള്ള ഒറ്റ വാക്കിൽ നമുക്ക് വളരെ ഈ എന്താണ് അടിവരയിട്ട് വളരെ എന്താണ് അരക്കെട്ടുറപ്പിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ഈ 12ാമത്തെ വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. പ്രൈസ് ഗോഡ്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒത്തിരി നാമങ്ങളുണ്ട്, ഒത്തിരി പേരുണ്ട്, ഒത്തിരി ദേവന്മാരുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും പത്രോസ് പറയുകയാണ് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർ നൽകപ്പെട്ട ഒരേ ഒരു നാമം. അതേ നാമമാണ് യേശുവിന്റെ നാമം രക്ഷിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. ഈ വാക്ക് നിങ്ങൾ പഠിക്കണം കേട്ടോ, എല്ലാവരും കാണാതെ പഠിക്കണം. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നോണം. ഒരാളെ കണ്ടാൽ ഇത് പറഞ്ഞു വേറെ മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ മനുഷ്യർ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അത് ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, സ്തോത്രം, ഈ അതേ ക്ലാസ്സിലായിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കണം? അതെ, ഇതിനെ മുറുകെ പിടിക്കണം. മറ്റൊരുത്തരും രക്ഷയില്ല അല്ലെ. രക്ഷ യേശുവിനുള്ളത് മാത്രമല്ല അവസാനിക്കും. എന്തോ ജ്ഞാനം. ഹല്ലേലൂയ.
അതെ പരിശുദ്ധാത്മാവിലുള്ള വിസ്ഡം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. ഇന്ന് മറ്റൊരുത്തനും രക്ഷ യേശുവിലാണ് മാത്രം അല്ല പറഞ്ഞിരുന്നത്, വേറെ ഒരു വ്യക്തിയിലുമില്ല രക്ഷ. രക്ഷ എന്ന് പറയുന്നത് ആരിൽ മാത്രമേ ഉള്ളൂ? നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സർവശക്തനായ യേശുവിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? അത് രക്ഷയുള്ളൂ. അത് ഇവിടെ ഈ ക്ലാസിന്റെ മധ്യത്തിൽ അതൊന്നുകൂടെ ശക്തിയോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന വീക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഉറപ്പുള്ളവരായിരിക്കണം. വേറൊരു നാമത്തിനും ആരെയും രക്ഷിക്കാൻ കഴിയത്തില്ല. ലോകത്തിന് പല നാമങ്ങളുണ്ട്, അതിനൊന്നും രക്ഷയും പാപമോചനവും കൊടുക്കാൻ കഴിയത്തില്ല. ഒരൊറ്റ നാമം മാത്രമേ പാപമോചനം നൽകത്തുള്ളൂ. അത് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിന്റെ നാമം മാത്രമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഇന്ന് സ്തോത്രം ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പത്രോസിന്റെയും ഈ യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവരെങ്ങനെയുള്ളവരാണ്? പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. കണ്ടോ പ്രിയപ്പെട്ടവർ, ഞാനിത് പറയുന്നത് എന്തിനാ വാക്യം വായിച്ചത്? പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ യോഗ്യതയെ കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഇത്ര പത്രോസ് മുമ്പത്തെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടോ. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗവും രണ്ടാമത്തെ പ്രസംഗവും ഒക്കെ നമ്മൾ ചിന്തിച്ചത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിയുടെ മുകളിൽ. ഇതൊക്കെ പറയാനുള്ള ഒരു ജ്ഞാനം, സ്തോത്രം. ഇത് സാമാന്യരായ മുക്കുവരായിരുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ കിടന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ ഒരു ജ്ഞാനം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു? മർക്കോസിന്റെ മാളിക മുറിയിൽ സ്തോത്ര അജ്ഞാനിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ മേൽ. നമുക്ക് 13-ാമത്തെ വാക്യത്തിൽ കാണുന്നത് അവർ സാമാന്യരായ മനുഷ്യർ എന്ന ഒരു ഭാഗവും പഠിപ്പില്ലാത്തവരും. അപ്പൊ അവരുടെ ഈ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താണ്? ആ ഒരു സാധാരണക്കാരായ മനുഷ്യരാണ്. മാത്രമല്ല അവർ പഠിപ്പില്ലാത്തവര്, സ്തോത്ര സാമാന്യരും പഠിപ്പില്ലാത്തവരും. അവരിൽ ദൈവം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എവിടെയാ പകർന്നത്? മർക്കോസിൻ മാളിക മുറിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ ധൈര്യം ഇല്ലാതിരുന്ന, വളരെ ഭയപ്പെട്ട് പേടിച്ചു പല സ്ഥലങ്ങളിൽ നിന്നും ഓടി ഒളിച്ച പത്രോസിന്റെ മേൽ സ്വർഗീയ ജ്ഞാനം വെളിപ്പെടാനായിട്ടിടയായി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ക്ലാസ് ശ്രദ്ധിക്കുന്നവരെ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജ്ഞാനം പ്രാപിക്കുവാൻ ഇടയായി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ നിറവ് എന്തിനൊക്കെ വീട് നിറയ്ക്കും? നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ നിറയ്ക്കും, നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കും, നിങ്ങളുടെയൊക്കെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാനിടയായി. ഈ ക്ലാസ്സിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ജ്ഞാനം നിങ്ങൾക്ക് കുറവാകുന്നെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും നിങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ പഠനരംഗങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന വിദ്യാഭ്യാസ മേഖല ഏതുമാകട്ടെ യൗവനക്കാരെ, അവിടെ എല്ലാം നിങ്ങൾ ശോഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്നോട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ ദിവസത്തിനെ പ്രാർത്ഥിച്ച് അഭിഷേകത്തിലൊന്ന് നിറഞ്ഞ് അഭിഷേകം പ്രാപിച്ചിട്ട് പഠിച്ച, കോളേജിൽ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ പഠനം കണ്ടിന്യൂ ചെയ്ത ഒരുപാട് പേരുടെ പഠന മേഖലകളെ ദൈവം വ്യത്യസ്തമാക്കി അനുഗ്രഹിച്ച് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. വളരെ പുറകിൽ കിടന്നവർ മുന്നിലേക്ക് വരാൻ കാരണമായി തീർന്നു. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചപ്പോൾ അവർക്ക് ജ്ഞാനം ദൈവം കൊടുക്കാൻ ഇടയായി. പത്രോസിന് ആഴത്തിലുള്ള ജ്ഞാനത്തെ നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കണം. എനിക്ക് ചുരുങ്ങിയ സമയം ഉള്ളത് കൊണ്ട് അത് വിവരിക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾ വീട്ടിൽ ഇരുന്നത് വായിച്ച് എല്ലാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം. യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, 19-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, പത്രോസ് യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായം. സ്തോത്രം. ഒരാൾ പറയാ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. പ്രധാന നാമത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സംസാരിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ അധികം നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യനെയല്ല ഭയപ്പെടും, ദൈവത്തെ നമ്മൾ എന്ത് ചെയ്തോണം? ഭയപ്പെടുവാനായിട്ട് അത് ഇടയായി. പത്രോസും യോഹന്നാനും. കാരണം എന്തുകൊണ്ട്? അവർക്ക് മരണഭയമില്ല, അവർക്ക് ഭീതിയില്ല. അവർക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവരാജ്യത്തെ കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുവാൻ അവർ സദാ ജാഗരൂകരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് അത് ഇടയായിത്തീരുന്നുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവരെ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ഇങ്ങനെ പത്രോസിനും യോഹന്നാനും ന്യായാധിപ സംഘത്തിന് മുൻപാകെ കൊണ്ട് നിർത്തിയെന്നറിഞ്ഞപ്പോൾ എന്താ ആണെന്നറിയാമോ? സഭ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചു. സഭയുടെ ഏകാഗ്രമായ പ്രാർത്ഥനയാണ് 4-ാമത്തെ പോയിന്റ്. സഭയുടെ ഏകാഗ്രമായ പ്രാർത്ഥന. അതിന്റെ 23 മുതൽ 24 നമുക്ക് വായിക്കുമ്പോൾ, ഈ പീഡകൾ വന്നപ്പോൾ സഭ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 25
24-25 അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും സകലം ഉണ്ടാക്കിയ നാഥനേ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ പത്രോസും യോഹന്നാനും ഒക്കെ അവർ വിട്ടയച്ചു. ഇനിയിപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ, സമൂഹത്തിൽ വിഷയങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അവർ വിട്ടയച്ചു കഴിഞ്ഞപ്പോൾ സഭ എന്ത് ചെയ്യുന്നറിയാമോ? പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. അപ്പം സഭയ്ക്ക് ആദ്യത്തെ ഒരു വിടണം ദേവദാസന്മാരെ എന്ത് ചെയ്തു? ന്യായാധിപ സംഘം, സന്നിധി സംഘത്തിന് മുമ്പ് അങ്ങോട്ട് നിർത്തി. അതറിഞ്ഞപ്പോൾ സഭ വെറുതെ ഇരുന്നില്ല, സഭ പ്രാർത്ഥിക്കാൻ. അപ്പൊ ആദിമ നൂറ്റാണ്ട് മുതലേ ദൈവസഭയുടെ സ്തോത്രം കരുത്തെന്ന് പറയുന്നത്, ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, അല്ലെങ്കിൽ പീഡകളുടെ നടുവിൽ ദൈവസഭ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം മുട്ടുമടക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, എത്ര പേര് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഇടയായിത്തീരുന്നുണ്ട്? ഇവിടെ സഭ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ അവർ തുടങ്ങി. അവർ പ്രാർത്ഥിച്ച് പറഞ്ഞൊരു കാര്യം, ഈ കർത്താവെ ഞങ്ങളുടെ ദൈവദാസന്മാരെ പീഡിപ്പിച്ചവരെ ദൈവം തുടരണമെന്നോ അല്ലെങ്കിൽ അവരെ തകർത്തു കളയണമെന്നോ അവർക്ക് പ്രതികൂലം ഉണ്ടാവണമെന്നോ ഒന്നുമല്ല. ഇവിടെ പ്രാർത്ഥിച്ച ഒറ്റ കാര്യമുണ്ട്. എന്താണെന്ന് ഞാൻ അറിയാമോ? ഈ 30-ാമത്തെ വാക്യം, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം എന്താണ്? പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവരുടെ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ എന്താണ് സംസാരിപ്പാനായിട്ട് ധൈര്യം കിട്ടാൻ, കൃപ കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചത്. അല്ലാതെ അവർ ഈ പ്രതികൂലം മാറിപ്പോണമെന്നോ പീഡകൾ ഉണ്ടാക്കിയവരെ ദൈവം സന്ദർശിക്കണമെന്നോ ഒന്നുമല്ല, തുടരണമെന്നൊന്നുമല്ല അവർ പ്രാർത്ഥിച്ചത്. അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അടുത്ത മണിക്കൂറുകളിൽ ധൈര്യത്തോടെ യേശുവിനെ സാക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ, ഞങ്ങൾക്ക് കരുത്ത് തരണമേ, അതിനുള്ള ധൈര്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ മുൻപാകെ യാചിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ വീടിനകത്ത് നിന്ന്, സഭയ്ക്കകത്ത് നിന്ന് ഉണരും? കർത്താവേ, വരുന്ന കാലഘട്ടങ്ങളിൽ, കർത്താവെ മണിക്കൂറുകളിൽ, വരുന്ന മാസത്തിൽ ഈ രാജ്യത്ത് ഞാൻ താമസിക്കുന്ന, എന്നെ ദൈവമാക്കിയിരിക്കുന്ന ഈ ഏത് രാജ്യമാണ്, അവിടെ ദൈവത്തെ സാക്ഷിക്കുവാൻ, ദൈവത്തെ, യേശുവിനെ ഉയർത്താൻ കർത്താവെ ധൈര്യം എനിക്ക് വേണം. പൂർണ്ണ ധൈര്യത്തോടെ അത് പ്രസ്താവിപ്പാൻ, ദൈവജനം പ്രസ്താവിപ്പാൻ ദൈവം എനിക്ക് ശക്തി തരണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നു? അപ്പൊ സുഹൃത്ത് പഠിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി അത് തീരുവാൻ ഇടയായി തീരണം. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവർക്കത് അപ്പോൾ തന്നെ എന്താ സംഭവിച്ചെന്നറിയാമോ? അതുപോലെ പറഞ്ഞാലേ അത് തീരത്തുള്ളൂ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. സ്തോത്രം. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ഇരുന്നിരുന്ന സ്ഥലം എന്ത് ചെയ്തു? കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് കണ്ടോ? അപ്പൊ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലെ? ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കർത്താവ് ഈ സഭയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തായിരുന്നു എന്നറിയാമോ? ലോകത്തോട് എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തോട് യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു സഭയായിരുന്നു അതേ സ്തോത്രം അപ്പസ്തല ഹൃദയത്തിലെ ആഗ്രഹമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അവരത് പ്രാർത്ഥിച്ചപ്പോൾ അതേ സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് വെളിപ്പെടുവാനായിട്ട് അത് ഇടയായി തീർന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ മേൽ വെളിപ്പെട്ടപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളിരിക്കുന്ന ഏത് സ്ഥലമാണോ അവിടെ ദൈവത്തിന്റെ നിറവ് നമുക്ക് വെളിപ്പെടുവാനായിട്ട് അത് ഇടയായിത്തീരും. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവർ എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞ ദൈവം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോൾ അവർക്ക് വേണ്ട ധൈര്യം ദൈവത്തിന്റെ ആത്മാവ് അപ്പോൾ അത് കൊടുത്തു. അവർ ഭീഷണികളുടെ മുമ്പിൽ ഇവിടെ തളർന്നു പോയില്ല, പ്രതിസന്ധികളുടെ നടുവിൽ ഇവിടെ തളർന്നു പോയില്ല. അവർ ശക്തിയോടെ ദൈവത്തിന് വചനത്തിന് വേണ്ടി നിൽക്കാനിടയായി തീർന്നു. അവസാന ഭാഗങ്ങളിലേക്ക് നാം അടുത്തു വരികയാണ്. 32-ാമത്തെ വാക്യം, അടുത്ത പോയിന്റ്. വസ്തുവകകൾ പൊതുമുതലായി കരുതുന്നു. വസ്തുവകൾ എന്നെങ്ങനെ കരുതുന്നു? പൊതുമുതലായിട്ട് അവർ കരുതുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു പോയിന്റ് ആണ് വിശ്വസ്തയുടെ കൂട്ടം. അവരാണ് വിശ്വസ്തയുടെ കൂട്ടം എങ്ങനെയുള്ളവരായിരുന്നു? ഏകഹൃദയം, ഏക മനസ്സുള്ളവരായിരുന്നു. 2, സ്വന്തമെന്നും അല്ലെങ്കിൽ തനിക്കുള്ള സ്വന്തമെന്ന് ആരും കരുതിയില്ല. 4, മൂന്നാമത്തേത് സകലവും പൊതുവായി അവരെന്ത് ചെയ്തു? കണ്ടു. 3 പോയിന്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വിശ്വസ്തരുടെ കൂട്ടം എങ്ങനെയുള്ളവരായിരുന്നു? ഏകഹൃദയം, ഏക മനസ്സ്. തനിക്കുള്ള സ്വന്തം എന്നാരും കരുതിയില്ല. സകലവും പൊതുവായി അവരെ കണ്ടു. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തെ ദൈവസഭയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിരുന്നു, ഒരു ഗുണമായിരുന്നു. എല്ലാം പൊതുവായിട്ട് അവർ കണ്ടു.
ഏക ഹൃദയമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം അടുത്ത വ്യക്തിയുടെ, എൻ്റെ സ്തോത്രം സഹോദരന്റെ ഹൃദയം, സഹോദരിയുടെ ഹൃദയം, എല്ലാവരും ഓരോ മനസ്സായിരുന്നു അല്ലേ. ഇനി സഭകളിൽ ഉണ്ടായിരിക്കുന്ന വളർച്ചയ്ക്ക് തടസ്സമുണ്ടായിരിക്കുന്നതിന് വലിയ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏക മനസ്സ് പോയി, പല മനസ്സായി പോയി. ഏക ഹൃദയത്തിൽ നിന്ന് ഉള്ള ആ വഴി വിട്ടിട്ട് പല ഹൃദയങ്ങളായിപ്പോയി. പല ഹൃദയങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ പല പ്രശ്നങ്ങളാണ്. പല മനസ്സാകുമ്പോൾ എന്താണ് പലവിധമായ പ്രോബ്ലംസ് സഭയിൽ കടന്നു വരുവാനിടയായി തീർന്നുകൊണ്ട്. അപ്പോൾ ആദ്യകാല സഭയുടെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാൻ കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാലം, ഇതുവരെയും നമ്മൾ സ്വപ്നം കാണാത്ത ഒരു ആത്മപ്രവൃത്തിയുടെ കാലം വരുന്ന കാലങ്ങളിൽ നമ്മളിലൂടെ, നമ്മുടെ സഭയിലൂടെ അതേ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുക്കുവാൻ ഇടയായിട്ടും ഏക ഹൃദയവും ഏക മനസ്സുമുള്ള ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ അതേ കഴിയട്ടെ. അവസാനമായിട്ട് അപ്പോൾ അവരവരുടെ വസ്തുവകളെല്ലാം എന്ത് ചെയ്തു, പൊതുവായിട്ട് കണ്ടു, വിറ്റു, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. നമുക്കൊക്കെ അറിയാവുന്ന ഭാവമാണ്. ഞാനതങ്ങ് ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, പ്രധാന കണ്ടന്റ് എന്തുകൊണ്ട്, അതിൽ പ്രധാന മെസ്സേജ് എന്താണെന്ന് മാത്രമായി പറയുന്നത്. ഇപ്പം പൊതുവായിട്ട് അവർ എണ്ണി മാത്രമല്ല അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അപ്പോസ്തലന്മാർ അവരുടെ ആവശ്യം പോലെ എന്ത് ചെയ്തു, അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. ആർക്കും ആവശ്യമുള്ള അവർക്കൊക്കെ എന്ത് ചെയ്തു എന്ന് കൊടുത്തു. ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, എല്ലാവരും ഒരു മനസ്സുള്ളവരായിരുന്നു, ഏത് ഹൃദയമുള്ളവരായിരുന്നു. വലിപ്പശില്പം ഭാവിക്കാതെ അങ്ങനെ സഭ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ഒരു തോട്ടമായി, പരിശുദ്ധാത്മാവ് നായകനായി, പരിശുദ്ധാത്മാവ് പിതാവായി ആ സഭയെ ഇങ്ങനെ വളർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ 36-ാം വാക്യത്തിൽ എനിക്കൊരു മാതൃകാ വിശ്വാസിയെ കൂടെ കാണാൻ കഴിയുന്നു. അതോടെ പറഞ്ഞ് ഞാൻ ഈ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച കുപ്രോസ് ദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ. അപ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു യൗവനക്കാരനെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പേര് യോസഫ് എന്ന. ആ പേരിന്റെ അർത്ഥം പ്രബോധനപുത്രൻ, മീനിങ് പ്രബോധനപുത്രൻ. അപ്പോസ്തലന്മാര് അവനൊരു പേരിട്ടു, എന്താണെന്ന് അറിയാമോ? ബർന്നബാസ്. സ്തോത്രം. ബർന്നബാസിനെയും ശൗലിനെയും ഒക്കെ നമുക്ക് പല സ്ഥലത്തും ഒരുമിച്ചുള്ള പൗലോസിന്റെ പല മിഷണറി യാത്രകളിലും ഒരുമിച്ചുള്ള ഒരു കമ്പാനിയൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബർന്നബാസ്. ഒരു നല്ല യൗവനക്കാരന് വേണ്ടി ഒരു ഗുണം, ഒരു മാതൃകാ വിശ്വാസിയായിരുന്നു ബർന്നബാസ്. വിറ്റ് പണം കൊണ്ടുവന്നു അപ്പോസ്തലൻ. ആ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ അത് വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുപോയ പണം വെച്ചു എന്ന് പറഞ്ഞാൽ അവന് ലോകമോഹമോ ജഡമോഹമോ ഇല്ലായിരുന്നു. അവൻ എന്ത് ചെയ്തിരുന്നു? യേശു ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാൻ സദാ സന്നദ്ധനായി ദൈവസഭയിൽ ദൈവദാസന്മാരോട് കൂടെ അത് കടന്നു വന്ന ഒരു അനുഗ്രഹീത യൗവനക്കാരനാണ് ബർന്നബാസ്. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? പ്രബോധനപുത്രൻ. മുൻപേര് യോസഫ്. അത് ഏത് ദ്വീപുകാരനാണ്? കുപ്രോസ് ദ്വീപുകാരനായ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞ് നിർത്തുമ്പോൾ ഒന്നും കൂടെ ഈ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സഭയ്ക്കുണ്ടായ ആദ്യത്തെ പീഡനം. സന്നിധി സംഘത്തിന് മുൻപാകെ പത്രോസിനെയും യോഹന്നാനെയും കൊണ്ട് നിർത്തുന്നു. അപ്പോൾ അവിടുന്ന് അവരെ താക്കീത് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? വിട്ടയക്കുമ്പോൾ സഭയ്ക്കകത്ത് വന്നിട്ട് അല്ലെങ്കിൽ ദൈവജനത്തോടു കൂടെ ഇരുന്നിട്ട് അവര് എല്ലാവരും ചെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനാ പ്രാർത്ഥിച്ചത്? അതുകൊണ്ട് ധൈര്യം കിട്ടാൻ, ദൈവജനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാനായിട്ട് അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4:31 ഒക്കെ നമുക്കത് അവർക്ക് ആ ധൈര്യം ലഭിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ വസ്തുവകൾ പൊതുമുതലാകുന്നത് 32 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. വിശ്വസിച്ചവരുടെ കൂട്ടത്തെ കുറിച്ച് കാണുന്നു. അത് എങ്ങനെയുള്ളവരായിരുന്നു? ഏക മനസ്സും ഏക ഹൃദയം. തനിക്കുള്ളതെല്ലാം എന്താണ്? തനിക്കുള്ള സ്വന്തം ആരും കരുതാത്തവർ, സകലവും പൊതുവായി എണ്ണിയവർ. അടുത്തത് ഒരു മാതൃകാ വിശ്വാസി. ആരാണ് ഒരു മാതൃകാ വിശ്വാസി? ബർന്നബാസ് അല്ലേ? അപ്പോസ്തലന്മാർ നൽകിയ പേരെന്താണ്? ബർന്നബാസ്. അർത്ഥം എന്താണ്? പ്രബോധനപുത്രൻ. യോസഫ് എന്നായിരുന്നു മുന്നത്തെ പേര്. കുപ്രോസ് ദ്വീപുകാരനാണ്. അദ്ദേഹവും തന്റെ വസ്തുവകളെല്ലാം വിറ്റിട്ട് ദേവാലയത്തിൽ കൊണ്ടുവന്ന് അർപ്പിച്ചവനായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത് സഭയ്ക്കുണ്ടായ പീഡനത്തിന്റെ നടുവിലും സഭ ഏകാഗ്രതയോടെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എനിക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാനുള്ള ഒരൊറ്റ കാര്യം, പ്രതികൂലങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും വേദനകളുടെ നടുവിലും അല്ലെങ്കിൽ പീഡനങ്ങൾ ഏറി വരുമ്പോഴും ദൈവസഭ ഒരുമനപ്പെട്ട ആദ്യകാലത്തെ പോലെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ ഒരു ശക്തിക്കും ലോകത്തിലെ ഒരു വ്യക്തിക്കും ദൈവസഭയുടെ വളർച്ചയെ തടയാൻ കഴിയത്തില്ല. ഇന്നും അപ്പോസ്തല പ്രവൃത്തികൾ ദൈവജനത്തിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ 4-ാം അധ്യായത്തോട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു.
ഈ ക്ലാസ്സിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, കുഞ്ഞുങ്ങൾക്കും, ഇതോടൊപ്പം തന്നെ പല സ്ഥലത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബത്തേൽ ബൈബിൾ സ്കൂളിന്റെ പേരിലും ബത്തേൽ ഗോസ്പൽ ചർച്ച് കുവൈറ്റിന്റെ പേരിലുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.